നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ആരോ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. 3 ദിവസമേ ആയുള്ള ഇറങ്ങിയെന്ന് പറഞ്ഞാലും 12 ലക്ഷത്തിലധികം ആൾക്കാരാണ് ഷോർട്ട് ഫിലിം കണ്ടത്. മമ്മൂട്ടി കമ്പനിയാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത് സംവിധായകനായ ശ്യാമപ്രസാദ് അഭിനയിച്ച VR സുധീഷിന്റെ ഒരു ചെറുകഥയാണ് ഇത് ആസ്പദമാക്കിയിരുന്നത്. ആ ചെറുകഥ ഇപ്പടി തന്നെ പകർത്തിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. മഞ്ജു വാര്യരാണ് ഇതിനകത്ത് മുഖ്യമായ വേറൊരു അസീസ് നെടുമങ്ങാടും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോരുത്തരും കാണുന്നവന്റെ കണ്ണിലാണ് സൗന്ദര്യം എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും അത് കാണുമ്പോൾ അവരവരുടെ രീതിയിലാണ് അത് വ്യാഖ്യാനിക്കുന്നത്. ചിലരത് ഓട്ടോ പിടിച്ച് ടോയ്ലറ്റിൽ പോകാൻ വന്ന ഒരു സ്ത്രീയായിട്ടാണ് മഞ്ജു വാര്യർ അതിനകത്ത് കണ്ടിരിക്കുന്നത്. മറ്റൊരാൾ ആ കഥയിൽ ലയിച്ചു പോയി അതിലേക്ക് ഊർന്നു വീണ ഒരു മനുഷ്യന്റെ ഒരു മാനസികമായ വ്യതിയാനങ്ങളെക്കുറിച്ചാണ് ചിലർ പറയുന്നത്. ചിലർ പറയുന്നത് കുടിച്ചു കരളുമൊക്കെ പോയ ആളെ മരണം കൊണ്ടുവരാൻ വരുന്ന മരണമായിട്ടാണ് മഞ്ജു വാര്യരെ അതിനകത്ത് കണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിന് അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി എന്തിനിത് നിർമ്മിച്ചു എന്നൊരു ചോദ്യം വേറെ കിടക്കുന്നു. അതിൻ്റെ രീതിയിൽ മമ്മൂട്ടിയോട് പലരും ചോദിക്കുന്നുണ്ട്. രഞ്ജിത്തിന് പണ്ടത്തെ കാലത്തൊന്നും ഒരു മാറ്റവുമില്ല, ഇപ്പോഴും ആ വലിയ പൊട്ടും അതൊക്കെയാണ് എന്ന് ചിന്തിക്കുന്ന മറ്റുണ്ട്. പക്ഷെ എനിക്കതിനകത്ത് മഞ്ജു വാര്യരെ കണ്ടപ്പം നമ്മളെ മാധവിക്കുട്ടിയായിട്ട് വന്ന ഒരു സീനുണ്ടല്ലോ, അതുമായിട്ടൊരു എനിക്കൊരു പൊരുത്തം തോന്നി. അതേ ഒരു മേക്ക് ഓവറിലാണ് ശരിക്കും പറഞ്ഞാൽ മഞ്ജു വാര്യരിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഫെഫ്കയുടെ സഞ്ചിക്കകത്തുനിന്ന് മദ്യക്കുപ്പി എടുക്കുന്നതിനെ കുറിച്ചാണ് ചിലർക്ക് പറയാനുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അത് വ്യാഖ്യാനിക്കുന്നത്. നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടിയ മമ്മൂട്ടി ചിത്രമുണ്ട്. അത് കണ്ടവർക്കറിയാം. പെട്ടെന്നൊരു മനുഷ്യനുണ്ടാകുന്ന ഒരു വിഭ്രാന്തിയിൽ സംഭവിച്ചു പോകുന്ന കുറേ കാര്യങ്ങൾ, അതേപോലൊരു സംഭവമായിട്ടാണ് എനിക്കിതിന് തോന്നുന്നത്. അതായത് ഒരു കഥ എഴുതാനിരിക്കുന്ന ഒരാൾക്ക് അതിൽ ആഴ്ന്നു പോകുമ്പോഴുണ്ടാകുന്ന ചില മാനസിക വിഭ്രാന്തിയിലുണ്ടായ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ, അതാണ് എനിക്ക് അതിനകത്ത് തോന്നിയത്. ചില കഥകൾ വായിക്കുമ്പോൾ നമ്മൾ ആ കഥകളിലെ നായകനും നായികയൊക്കെ ആയിപ്പോവില്ലേ? ചിലപ്പോൾ ഉറക്കത്തിൽ പോലും നമ്മൾ ആ നായകനും നായികയൊക്കെ ആണെന്ന്, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ സ്വപ്നം പോലും കാണാറുണ്ട്. ചില കഥകൾ അങ്ങനെയാണ്, നമ്മളെ ആഴത്തിൽ നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളുന്ന വാണ്ടു പോകുന്ന ചില സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരു കഥാകാരനെയാണ് എന്തായാലും കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രം, അതായത് അദ്ദേഹത്തെ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ആഴ്ന്നു പോകുമ്പോഴുണ്ടാകുന്ന എന്തോ വിഭ്രാന്തിയാണ് എനിക്കതിനകത്ത് മനസ്സിലായത്. ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നു ലാസ്റ്റ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും അത് ഏത് രീതിയിലാണ്, നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏത് രീതിയിലാണ് തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യാമെങ്കിൽ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടി ചെയ്യുക. നിങ്ങൾ ഏത് രീതിയിലാണ് സിനിമയെ കണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്കതിനകത്ത് അറിയാനുള്ളത്. പിന്നെ രഞ്ജിത്തിന് പണ്ടത്തേലും ഒരു മാറ്റവും ഇല്ലെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. അവസാനത്തെ പുള്ളിയുടെ സിനിമ നമ്മൾ കണ്ടത് ഡ്രാമയാണ് 2018. അതിന് മുമ്പുള്ള സിനിമയിൽ ഈ വട്ടപ്പൊട്ടൊക്കെയാണ് പുള്ളിയുടെ ഹൈലൈറ്റ്സ്. അതിൽ നിന്ന് മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരുണ്ട്. നിങ്ങളുടെ